തന്നെ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങുന്ന ആ പിഞ്ചുമുഖത്തേക്ക് അവൾ വാത്സല്യത്തോടെ നോക്കി. നിഷ്കളങ്കമായ ആ കുഞ്ഞുമുഖം കാണുന്തോറും അവൾക്ക് അവനോട് ദേഷ്യവും പരിഭവവും ഒരുപോലെ തോന്നിപ്പോയി. എന്തിനാണ് നീ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്? എത്ര സന്തോഷത്തോടെയായിരുന്നു നമ്മൾ ഒരുമിക്കാൻ തീരുമാനിച്ചത്. നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത്രമാത്രം വെറുപ്പ് നിന്നോട് എനിക്കുണ്ടാകുമെന്നൊക്കെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആ ലൈഫിലേക്ക് ഒരു അധികപ്പറ്റായി വരില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിന് അച്ഛനെ കാണാൻ പോലുള്ള അവസരം എനിക്ക് നിഷേധിക്കേണ്ടി വന്നു. ഇന്ന് യാരമോൾക്ക് ഒന്നും ഏതും അറിയാത്ത പ്രായമാണ്. വെറും 1.5 വയസ്സ് മാത്രമേ അവൾക്കായിട്ടുള്ളൂ. അവൾ വളരുന്തോറും എൻ്റെ മനസ്സിൽ തീയാണ്. സ്വന്തം അച്ഛനെ അവളിൽ നിന്ന് അകറ്റിയത് ഈ അമ്മയാണ് എന്ന പഴി കൂടി ഇനി ഞാൻ ചുമക്കേണ്ടി വരുമോ എന്ന്. അവളും നാളെ ഒരിക്കൽ ഇങ്ങനൊരു അമ്മയെ വേണ്ടെന്ന് പറഞ്ഞ് പോകുമെന്ന്. എനിക്കൊന്നും അറിയില്ല, ഒന്നും. ഒരിക്കൽ എല്ലാവരും നഷ്ടപ്പെട്ട സമയത്ത് നീ എന്നെ ചേർത്ത് പിടിച്ചു, സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. എന്നിട്ടോ ഒടുവിൽ നീയും എന്നെ പാതി വഴിയിൽ തനിച്ചാക്കി. ഇനി എന്ത് എന്നറിയാതെ ആരോരുമില്ലാതെ തനിച്ചായപ്പോൾ ഒരു നിമിഷമെങ്കിലും നീ എന്നെക്കുറിച്ച് ഓർക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വൈകിയെങ്കിലും എന്നെ തേടി വരുമെന്ന് കരുതി. ആദിയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുമെന്ന് കരുതി. എല്ലാം വെറുതെയായിരുന്നു, എല്ലാം. അവിടെയും നീ എന്നെ തോൽപ്പിച്ചു. ആ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഈ ആരതി ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് ബോധ്യമായി. എന്നെ ബോധ്യപ്പെടുത്തി. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇനി നമുക്ക് വേണ്ടി കരയില്ല എന്നും തൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു ബാധ്യതയായി വരില്ല എന്നും. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് യാരമോളെ എനിക്ക് കിട്ടിയത്. അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു എന്ന് കരുതി. എങ്ങനെ ഞാൻ ആ കുരുന്നും ഇടുപ്പിനെ കൂടി അവസാനിപ്പിക്കുമായിരുന്നു? കരഞ്ഞു, ആർത്തലച്ച് കരഞ്ഞു, ഒരുപാട്. അതെനിക്കൊരു വാശിയായി മാറി. ഇനി അങ്ങോട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ, അവൾക്ക് എല്ലാം ആകാൻ. നിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഡെലിവറിയും അതിൻ്റെ കൂടെ പഠിത്തവും എല്ലാം കൂടെ ഞാൻ വീർപ്പ് മുട്ടി, ഒത്തിരി. എല്ലാ യാതനകളും താണ്ടി ആവോളം വേദന നിന്ന് അവസാനം നമ്മൾ പണ്ട് ആഗ്രഹിച്ച പോലെ ഞാൻ നല്ലൊരു ജോലി വാങ്ങി, നമ്മുടെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകി. പക്ഷെ ആ സന്തോഷമെല്ലാം പങ്കിടാൻ ഈ കൈക്കുഞ്ഞ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായുള്ളൂ എന്ന് മാത്രം. എത്രയൊക്കെ ഹാപ്പിയാണെന്ന് നടിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും നിന്നെ ഭ്രാന്തമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാമുകി മാത്രമാണ്. അതാണ് എന്നെ തളർത്തുന്നത്. ഓരോന്നോർക്കെ അവളുടെ വലിയ കണ്ണുകളിൽ നനവ് പടർന്നു. ഭൂതകാലത്തിൻ്റെ കയ്പ് നിറഞ്ഞ ഓർമ്മകളിൽ ചിന്തകളെ സ്വതന്ത്രമായി അലയാൻ വിട്ടുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു. എന്താണ്, ഭയങ്കര ആലോചനയിലാണല്ലോ മേഡം ഇന്ന്? അനഘയുടെ ചോദ്യമാണ് ആരതിയെ ചിന്തകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. തിരിച്ചൊന്ന് നിർജീവമായി പുഞ്ചിരിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അത് മനസ്സിലാക്കിയെന്ന പോലെ അനഘയും മൗനം പാലിച്ചു. അല്ലെങ്കിലും അനഘയെ പോലെ മറ്റാരാണ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒറ്റയ്ക്കായ സമയത്ത് സപ്പോർട്ട് തന്ന് കൂടെ കൂട്ടിയവൾ, തകർന്നു നിന്ന തന്നെ മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി തിരികെ കൊണ്ടുവന്നവൾ. അവളോടുള്ള എൻ്റെ കടങ്ങൾ ഞാൻ എങ്ങനെയാണ് വീട്ടേണ്ടത്? ആരതി പിന്നെയും ഓരോരോ ചിന്തകളിൽ മുഴുകി. അഡ്വക്കേറ്റ് അനഘ, ആരതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിൽ പറയാം. ഇരു ശരീരവും ഒറ്റ മനസ്സുമായി ജീവിക്കുന്നവർ. ഹൈക്കോർട്ടിലെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാണ് അനഘ ഇപ്പോൾ. രണ്ടാളും ഇവിടെ എറണാകുളത്തൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്താണ് താമസം. 2.5 വർഷമായി ഇപ്പോൾ ഒരുമിച്ചാണ്. അനഘ നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് താൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ആരതിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ അവളും വല്ലപ്പോഴും മാത്രമേ ആരതിയെ വിട്ടു പോകാറുള്ളൂ. വേണമെങ്കിൽ അനഘയുടെ കൂടെ നാട്ടിലൊക്കെ പോകാം, ഓർമ്മകൾ ഉറങ്ങുന്ന തൻ്റെ വീട്ടിൽ പോയി കുഞ്ഞുമായി താമസിക്കാം. പക്ഷേ അവിടെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ, ഒറ്റപ്പെടൽ. വല്ലപ്പോഴും അനഘ അവളുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നതിൽ താനും മോളും വേണ്ട എന്ന് ആരതി എടുത്ത തീരുമാനമാണ്. അനഘയ്ക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. അവൻ കാനഡയിലാണ്. അച്ഛൻ നേരത്തെ മരിച്ചതുകൊണ്ട് അവളുടെ അമ്മയാണെങ്കിൽ അമ്മാവൻ്റെ കൂടെയാണിപ്പോൾ. ഇവരുള്ളപ്പോൾ മാത്രമാണ് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാറുള്ളത്. ആ അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഇവരുടെ കൂടെ നിൽക്കും. യാരമോൾക്ക് ഉഷാൻറ്റിയെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മ എന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട് അവളിപ്പോൾ. അവൾക്ക് വിളിക്കാനായിട്ട് അങ്ങനെ ആരും ഇല്ലല്ലോ. അവർ ബ്രാഹ്മിൻസ് ആണ്, പ്യുവർ വെജിറ്റേറിയൻസ്. അതിലാണ് തങ്ങൾ തമ്മിൽ ചേരാത്തത്. എങ്കിലും താൻ കഴിക്കുന്നതിൽ അനേക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിയാൽ അവൾ വെജ് ബിരിയാണി കഴിക്കും, അത്രയേ ഉള്ളൂ. സ്കൂൾ കാലം തൊട്ട് ഒരുമിച്ചുള്ളവളാണ്. ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് ലേഡി. ആരെയും കൂസാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്നവൾ. ഇങ്ങനെ ഒരു തോൾ എന്നെ താങ്ങാനില്ലായിരുന്നെങ്കിൽ അറിയില്ല. ആരതിയുടെ മനസ്സ് എവിടേക്കോ എത്തിയിരുന്നു ഈ സമയം കൊണ്ട്. ഇവൾ ആരതി. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ തനിച്ചായി പോയൊരു പെണ്ണ്. ഇതവളുടെ കഥയാണ്. ജീവിതത്തിൽ സ്നേഹം കൊണ്ട് തോറ്റുപോയ ഒരുവൾ.